അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് സഭ അറിയണം. യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കും, പക്ഷെ അതിനുവേണ്ടിയല്ല യേശു വന്നത്. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും, പക്ഷെ അതിനുവേണ്ടിയുമല്ല യേശു ക്രിസ്തു വന്നേ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും കഴിയുന്ന വചനം തന്നെ. അപ്പൊ യേശു ക്രിസ്തു എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. എന്തിനു വേണ്ടി വന്നു? പാപികളെ രക്ഷിപ്പാൻ വന്നു. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു എവിടെ നിന്ന് വന്നു? യേശു ക്രിസ്തു എന്തിനു വന്നു എന്നുള്ള മാന്യമായ തിരിച്ചറിവ് അഥവാ വകതിരിവ് പ്രാപിച്ചവന് മാത്രമേ യേശു ക്രിസ്തുവിനെ അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ദുഃഖസത്യം പറയട്ടെ, ഇന്നത്തെ കാലത്ത് ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിലും യേശു ക്രിസ്തു തന്നത് പ്രയോജനപ്പെടുത്തുന്ന വേന്ദ്രന്മാരായി മാറിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചു. ഒരു 10 സെന്റ് സ്ഥലം കിട്ടി, അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം കിട്ടി, അല്ലെങ്കിൽ 5 ഏക്കർ സ്ഥലം കിട്ടി, റോഡ് സൈഡിൽ കിട്ടി, എയർപോർട്ടിന് സൈഡിൽ കിട്ടി, സിറ്റി തന്നെ കിട്ടി. അങ്ങനെ പോകുന്നു ചില കാര്യങ്ങൾ. ചിലർ പറയുന്നു യേശു ക്രിസ്തുവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചു, 2 നില വീട് കിട്ടി. ചിലർ പറയുന്നു യേശു ക്രിസ്തുവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചു, തലമുറകളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ചെന്നു. ചിലർ UK ചെന്നു, ചിലർ UAE ചെന്നു, ഇനി ചിലർ US-ലേക്കും പോകാൻ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അത് ദുർഭാഷണമാണ്. അത് സദാചാരത്തെ കെടുത്തിക്കളയുന്നു. യേശു നമ്മുടെ വയറിന് വേണ്ടി മാത്രം വന്നതല്ല. യേശു നമ്മുടെ പോക്കറ്റിലെ ദാരിദ്ര്യം തീർക്കാൻ വന്നതല്ല. വയറിന്റെ വിശപ്പ് തീർക്കാൻ വന്നതല്ല. ശരീരത്തിന്റെ നഗ്നത തീർക്കാൻ വന്നതല്ല. നമ്മുടെ പാപങ്ങളെ മോചിച്ച് പാപമോചനത്തിലൂടെ നമ്മളെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വന്ന ഏക അവതാരമാണ് യേശു ക്രിസ്തു. ഉന്നത ദേവൻ